Hi, God bless you all of you. How are you all? It's me, Shinu Sheikh Abdul Qadir. ഞാൻ ഒരുപാട് പ്രാവശ്യം ഓരോരോ കാരണങ്ങൾ എൻ്റെ കണ്ണിൽ കാണുമ്പോൾ, ഓരോരോ റീസൺ കണ്ണിൽ കാണുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഓരോ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നാലും അതൊന്നും ചെയ്യാതെ ഇപ്പം എനിക്ക് തോന്നി ഒരു വീഡിയോ എന്തായാലും അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് തോന്നി. മറ്റൊന്നും കൊണ്ടല്ല, നമ്മളെല്ലാവരും തന്നെ നമ്മുടെ സ്വന്തം കടമയിൽ, കർത്തവ്യത്തിൽ വിശ്വസിച്ച് ജീവിക്കുന്ന ആളുകളാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ കടമയുണ്ട് എന്ന് വിശ്വസിച്ച് പോകുന്ന ആൾക്കാരാണ്. അത്തരത്തിൽ സ്വന്തം കർത്തവ്യം, സ്വന്തം കടമ തിരിച്ചറിഞ്ഞുകൊണ്ട് വളരെ ഭംഗിയായി അത് ചെയ്യുന്ന മോസ്റ്റ് ലവബിൾ ഡെഡിക്കേറ്റഡ് പേഴ്സൺ, അദ്ദേഹത്തിന് ഒരു കട്ട സപ്പോർട്ടായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്ക് വരാതിരിക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ വന്നത്. അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹം ഹൃദയങ്ങളിൽ കീഴടക്കിയ വളരെ പ്രശസ്തനായ ഒരു ബിസിനസ്സുകാരനാണ്. തീർച്ചയായിട്ടും ഒരുപാട് ബിസിനസ്സുകാരുണ്ട്, പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവരും നമുക്കറിയപ്പെടുന്ന ഒരുപാട് ബിസിനസ്സുകാരുണ്ട്. ഈ ബിസിനസ്സുകാർക്ക് തന്നെ എല്ലാവർക്കും ഓരോ തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്, ഒരു വ്യക്തിത്വമുണ്ട്. അവരതിലെല്ലാം ഭംഗിയായിട്ട് ശോഭിക്കുന്നുണ്ട്. അതിൽ നിന്നും തികച്ചും വ്യത്യസ്തനായിട്ട് മറ്റൊരു രീതിയിൽ ജനഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട്, ജനങ്ങളെ സ്നേഹിച്ചുകൊണ്ട്, ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രിയങ്കരനായ ഒരു ബിസിനസ്സുകാരൻ. അദ്ദേഹം മറ്റാരുമല്ല, ശ്രീമാൻ ബോബി ചെമ്മന്നൂർ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ബോച്ച്. അദ്ദേഹത്തിനൊരു കട്ട സപ്പോർട്ടായിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയുകൊണ്ട് മാത്രമാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ റെസ്പെക്റ്റഡ് കേരള ഗവൺമെൻറ് നമുക്ക് വേണ്ടി ചെയ്യേണ്ട ഒരുപാട് കടമകളുണ്ട്. ആ കടമകളിലേക്കൊന്നും നമ്മുടെ പ്രിയപ്പെട്ട ഗവൺമെൻറ് കടന്നിട്ടില്ല. എല്ലാനല്ല, എന്നാൽ ഒരുപാട് കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യാനുണ്ട്. അതിലേക്കൊന്നും ഗവൺമെൻറ് കടന്നിട്ടില്ല. എന്നാൽ ഗവൺമെൻറ്റിന് യാതൊരു ആവശ്യവുമില്ലാതെ, എന്നാൽ ഗവൺമെൻറ്റിന് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നു. വേറൊന്നുമല്ല, ശ്രീമാൻ ബോബി ചെമ്മന്നൂർ ഏതൊക്കെ രീതിയിൽ ജനങ്ങളെ സഹായിക്കുന്നുവെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഇപ്പോൾ ലാസ്റ്റ് ചെയ്തത്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഡക്റ്റ് പുറത്തേക്കിറക്കി, ബോച്ചെ ടീ. നമുക്ക് എല്ലാവർക്കും അറിയാം, പൈസ ഉള്ളവനായിക്കോട്ടെ ഇല്ലാത്തവനായിക്കോട്ടെ, ഒരു പ്രൊഡക്റ്റ് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ, ഒരു ബിസിനസ്സുകാർക്ക് പ്രത്യേകിച്ച് അറിയാം, ഒരു പ്രൊഡക്റ്റ് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ എന്തുമാത്രം ഹാർഡ് വർക്ക് ചെയ്തിരിക്കണമെന്നുള്ളത്. ചില ആൾക്കാർ വിചാരിക്കും പൈസ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കെല്ലാം ചെയ്യാൻ പറ്റൂ. അങ്ങനെയല്ല, പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു പ്രൊഡക്റ്റ് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്. ശ്രീമാൻ ബോച്ചെ, അദ്ദേഹം ഒറ്റയ്ക്ക് വിചാരിച്ചാൽ അത് നടക്കില്ല. അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ആളുകൾ, ഒരുപാട് പേരുടെ പരിശ്രമ ഫലമായിട്ടാണ് ബോച്ചെ ടീ മാർക്കറ്റിൽ ഇറങ്ങിയത്. അതിന് തികച്ചും വലിയൊരു കാര്യമാണ്. അദ്ദേഹം അത് ചെയ്തത് ജനങ്ങൾക്ക് വേണ്ടി മാത്രം. എല്ലാ ബിസിനസ്സുകാരും ചെയ്യുന്നത് പോലെ അദ്ദേഹത്തിന് ചെയ്യാം. എല്ലാ ബിസിനസ്സുകാരും എങ്ങനെ ചെയ്യുന്നത്, തൻ്റേതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ അതിന് ആഡ് കൊടുക്കും. പത്രങ്ങൾ വഴി, TV വഴി, ചാനൽ വഴി, ഫേസ്ബുക്ക് വഴി, യൂട്യൂബ് വഴി, പലതരത്തിലുള്ള സോഷ്യൽ മീഡിയ വഴി അതിന് ആഡ് ഉണ്ടാവും. അദ്ദേഹത്തിന് ഒരുപാട് ആഡ് കൊടുക്കാം. അദ്ദേഹം മുമ്പ് ഒരുപാട് ആഡ് കൊടുത്തിട്ടുള്ള വ്യക്തിയാണ്. എന്നാൽ അദ്ദേഹം മനസ്സിലാക്കി, ചാനലുകൾക്കൊക്കെ അത്യാവശ്യം ആഡും സംഭവങ്ങളും മറ്റെല്ലാ പ്രോഗ്രാംസും ഉണ്ട്. എല്ലാവർക്കും ഓരോ വരുമാനങ്ങളുണ്ട്. എന്നാൽ തികച്ചും വരുമാനം ഇല്ലാതെ കഷ്ടപ്പെടുന്ന ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് ആ പാവപ്പെട്ട ആളുകൾക്ക് മാത്രം കൊടുത്തുകൊണ്ട് അതിലൂടെ ജനങ്ങളെയും മുറുകെ പിടിക്കുക. അതെങ്ങനെയാണ് മുറുകെ പിടിക്കുന്നത്? 40 രൂപ കൊടുത്തൊരു ചായ വാങ്ങിയാൽ അതിലൊരു പ്രോത്സാഹന സമ്മാനമായി ഓരോ എമൗണ്ട് വെച്ചിട്ടുണ്ട്, വിവിധ തരത്തിലുള്ള എമൗണ്ട്. അതിൽ 10 ലക്ഷം രൂപ വരെ ഉണ്ട്. അപ്പോൾ സാധാരണക്കാർക്കുള്ള ആളുകൾക്ക്, അതായത് പൊതുജനങ്ങൾക്കും ആ ചായ വാങ്ങിയാൽ കിട്ടുന്ന ആ സമ്മാന കൂപ്പൺ ഉപയോഗിച്ച് അതിൽ സമ്മാനം അടിക്കുന്ന ജനങ്ങൾക്ക് ആ പൈസ അദ്ദേഹം നേരിട്ട് കൊടുക്കുകയാണ്. അതിൽ തീർച്ചയായിട്ടും ഒരു കാര്യമുണ്ട്. പരസ്യം കൊടുക്കുന്ന പൈസ അദ്ദേഹം ചിന്തിച്ചു, ജനങ്ങൾക്ക് നേരിട്ട് കൊടുക്കാം.
അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റ് കൂടുതൽ ഡെവലപ്പ് ആവുകയും ചെയ്യും. ഈ പൈസ ജനങ്ങളിലേക്ക് എത്തുകയും അതൊരു വ്യക്തിയിലേക്ക് എത്തിയാൽ തന്നെ അതൊരു വ്യക്തിയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. തീർച്ചയായിട്ടും ആ വ്യക്തിയിലൂടെ മറ്റുള്ളവരിലേക്ക് അത് എത്തിപ്പെടുകയും ചെയ്യും. പൈസ അങ്ങനെയാണല്ലോ. സാമ്പത്തികമായ ക്രയവിക്രയം നടക്കുന്ന ഒരു ഉപാധിയാണ് പൈസ, പണം, മണി എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾക്കത് പരിഹാരമാവും. അങ്ങനെ ഗവൺമെൻറ് ചെയ്യേണ്ട പണി അദ്ദേഹം ചെയ്യുന്നു. അദ്ദേഹത്തിലൂടെ ഒരുപാട് പൈസ, ഏകദേശം ഈ 2 മാസ കാലയളവിൽ 20 കോടി രൂപ അദ്ദേഹം ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏകദേശം 20 കോടി രൂപ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു ബിസിനസ്സുകാരനെ അദ്ദേഹത്തിന് തികച്ചും അനാവശ്യമായി കൊണ്ട് ലോട്ടറിയിലൂടെ ആരോപിച്ച് അദ്ദേഹം ലോട്ടറിക്ക് എതിരാണെന്നല്ല, അദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റ് ലോട്ടറിക്ക് ഭീഷണിയാണ്. നമുക്കൊന്ന് ഒരു കാര്യം ആലോചിച്ചാൽ മതി. ഇദ്ദേഹത്തിൻ്റെ പ്രൊഡക്റ്റ് ചായയിലയാണ്, തേയില. ഇദ്ദേഹം ഈ രീതിയിൽ സമ്മാനം കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു കോമ്പറ്റീഷൻ വരേണ്ടത് മറ്റുള്ള ചായപ്പൊടികൾ, മറ്റുള്ള ബ്രാൻഡുകൾക്കാണ് ഇതിൻ്റെ പ്രശ്നം വരേണ്ടത്. അവർക്ക് ആർക്കുമില്ലാത്തൊരു പ്രശ്നം എന്തിനാണ് ഗവൺമെൻറ്റിന് വരേണ്ടത്? പിന്നെ തീർച്ചയായിട്ടും ലോട്ടറി എന്ന് പറയുന്നത് ഒരുപാട് ഹ്യൂജ് എമൗണ്ടാണ്. അത് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ഹ്യൂജ് എമൗണ്ട്, ഒരുപാട് രീതിയിൽ വലിയ കോടികളുടെ ഒക്കെയാണ് അതിൻ്റെ എമൗണ്ട് ഇവിടെ കിടക്കുന്നത്. അത് ഒരു തടസ്സവുമില്ലാതെ വിറ്റ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് അനാവശ്യമായിട്ട് അദ്ദേഹത്തിന് ഇതിലേക്ക് വലിച്ചഴിച്ചുകൊണ്ട് കേരള ഗവൺമെൻറ് അനാവശ്യമായിട്ട് അദ്ദേഹത്തിനെ ബുദ്ധിമുട്ടിക്കുന്നത്? ഞാൻ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുകയാണ്. എനിക്ക് പറയാനുള്ളത് ഗവൺമെൻറ്റിനോടാണ്. ദയവ് ചെയ്ത് ഇത്തരത്തിൽ സമൂഹത്തിനെ സ്നേഹിക്കുന്ന യുവ സംരംഭകരുണ്ടാവും, വലിയ കോടീശ്വരന്മാരുണ്ടാവും, ബോച്ചയെ പോലുള്ള ആളുകളുണ്ടാവും. അവർക്കൊക്കെ ഇത് തുടരാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത്. തീർച്ചയായിട്ടും ആ ഒരു ടീയിലൂടെ, അത് വിറ്റുവരവിലൂടെ ഒരു ഹ്യൂജ് എമൗണ്ട് ഗവൺമെൻറ്റിലേക്ക് ടാക്സ് ആയിട്ട് വരും എന്നുള്ളതാണ് എൻ്റെ അറിവ്. അപ്പോൾ അതൊന്നും നമ്മൾ ചെയ്യാതെ നാടിന് നന്മ ചെയ്യുന്ന ആളുകളെയൊക്കെ ഇതേ തരത്തിലുള്ള വേട്ടയാടി ബുദ്ധിമുട്ടിക്കാൻ നിന്നാൽ അത് വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം എത്രയോ സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് അദ്ദേഹം ആ പ്രൊഡക്റ്റ് ജനങ്ങളിലേക്ക് ആവശ്യമായുള്ള സംഭവങ്ങൾ ഇറക്കിയിരിക്കുന്നത്. ഒരുപാട് പേർക്ക്, പാവപ്പെട്ടവർക്ക് ഒരു ഗുണമാവട്ടെ എന്ന്, തൻ്റെ പ്രൊഡക്റ്റ് ഒരു ഗുണമാവട്ടെ എന്ന് അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും ഓരോ കടമകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കെല്ലാവർക്കും ഓരോ കടമകളുണ്ട്. ആ കടമകളിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കടമ ചെയ്യാൻ, അദ്ദേഹത്തിനും അതേപോലെ കടമകൾ, സമൂഹത്തോട് പ്രതിബദ്ധതയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു ബിസിനസ്സുകാരാണ് അദ്ദേഹം. അപ്പോൾ ആ ബിസിനസ്സിൽ ആ കടമ ചെയ്യാൻ അദ്ദേഹത്തിന് ഭംഗിയായി അനുവദിക്കണമെന്ന് ഞാൻ ഗവൺമെൻറ്റിനോട് താഴ്മയായി അപേക്ഷിക്കുന്നു. നമുക്ക് സമൂഹത്തിന് ഗുണം ചെയ്യുന്ന ആളുകളെ ഇത്തരത്തിൽ വേട്ടയാടാതെ അവർക്ക് വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടാവണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുന്നു. ശ്രീമാൻ ബോച്ചയ്ക്ക് ഇനിയും ഈ സംരംഭം തുടർന്നു കൊണ്ടുപോകാൻ സർശക്തനായ ദൈവം അവസരങ്ങളുണ്ടായി കൊടുക്കട്ടെ. അദ്ദേഹം ഒരിക്കലും തോക്കുകയില്ല. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നന്മയുണ്ട്. അപ്പോൾ ആ നന്മയുള്ള ബിസിനസ്സുകാരൻ തീർച്ചയായിട്ടും വളരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിനു വേണ്ടി ഒരു കട്ട സപ്പോർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇസ്മി ഷിനു ഷേഖ് അബ്ദുൽ ഖാദർ. താങ്ക് യു വെരി മച്ച്.